ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ സൺഡേത്തെ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു ബെല്ല് വരും, ആ ബെല്ലിലും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടാണ്, കൂടി കഴിക്കാനായിട്ട് ചക്ക. ഈ ചക്ക ഞാൻ ഇന്നലെ രാത്രി തന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ച് അതൊന്ന് കാണിച്ചതാണ് ഞാൻ. അപ്പോൾ ചക്ക അല്ലെങ്കിൽ രാവിലെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കാനായിട്ട് പുട്ടിന് 3 ഗ്ലാസ് പൊടിയാണ് എടുത്തത്. അതിനകത്തേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് പുട്ടിന് നനക്കണത് ഞാൻ ഇന്ന് നനക്കാനെടുത്തത് റവ കാച്ചിട്ടാണ്. ലൂസായിട്ട് വേണമെങ്കിലും കാച്ചാം, ഇങ്ങനെ ടൈറ്റായിട്ടും കാച്ചാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് റവ ഇടുന്നത് കൊണ്ട് പുട്ടിൻ്റെ പൊടി നിങ്ങൾ സാധാരണ എടുക്കുന്നതിനേലും കുറച്ച് കുറക്കുക, അതല്ലെങ്കിൽ അളവ് കൂടിപ്പോവും. അത് നന്നായിട്ട് വരും കേട്ടോ, നല്ല ടേസ്റ്റായിട്ട് വരും ഈ പുട്ട്. കാരണം നമ്മൾ ചൂടായിട്ടാണ് റവ ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. തണുത്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. ആ ഫുള്ള് റവ ഞാൻ ഇട്ടതിനകത്ത്. പിന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെ അതിനകത്തേക്ക് തേങ്ങ ഇടക്കിട്ടിട്ട് അല്ലെങ്കിൽ തേങ്ങ ഒന്നിച്ചിട്ട് പുരട്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ തേങ്ങ ഇടക്ക് വേണം, അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു കണക്ക് അങ്ങനെ ചെയ്യും. ബാക്കിയുള്ളത് ഞാൻ ഒന്നിച്ച് തേങ്ങ പുരട്ടിയിട്ടാണ് ചെയ്യണത്. ഇവിടെ പിള്ളേർക്കും എനിക്കൊന്നും തേങ്ങ ഇഷ്ടമില്ല കേട്ടോ, ഹസ്ബൻഡിന് മാത്രമേ തേങ്ങ കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാപ്പി ആയിട്ടുണ്ട്, കട്ടൻ കാപ്പി കഴിക്കുള്ളൂ രാവിലെ. അപ്പോൾ ചക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പം തന്നെ തീരുമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനൊക്കെ ചക്ക. അപ്പോൾ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ അവിടെ കാപ്പിയിൽ. അത് രണ്ടാമത്തവനാണ്, അവനെ ഏൽപ്പിച്ച്. എല്ലാം രാവിലെ ഞാൻ മാസിന് പോയില്ലായിരുന്നേ, ഞാൻ 5:30 മോർണിംഗ് മാസിനാണ് പോണത്. പക്ഷേ ഇന്ന് പോയില്ല, അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് ഒക്കെയാണ് എഴുന്നേറ്റത്. പണികളൊന്നും നീങ്ങണില്ല, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ പണി നീങ്ങില്ല. അപ്പോൾ ഈ ചക്കയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെല്ലാം വെട്ടി വെച്ചത്, അല്ലാതെ ഇലയൊന്നും വെക്കണ ഒരു പതിവില്ല. അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കിടക്കണ മുറിയിലേക്ക് വന്ന് ആ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പുതിയതൊക്കെ ഒന്ന് വിരിച്ച്, പിന്നെ അപ്പുറത്ത് ഒരു ചെറിയ ബെഡ്റൂം ഉണ്ട്, അവിടെ അതും കൂടി ഒന്ന് വിരിക്കാൻ വേണ്ടി അങ്ങോട്ടും പോയി. അതൊക്കെ ഒന്ന് 2 മുറിയിലെ മാത്രം. ഇത് രാസനാദിപ്പൊടിയാട്ടാ, ഇളയവൻ്റെ തലയിലിടുന്നതാണ്. ഭയങ്കര തുമ്മലൊക്കെ എപ്പോഴും. ഒരു ചെറിയൊരു ബോക്സും കൂടി ഞാനവിടെ വെച്ച് കൊടുത്തു, കാരണം പിള്ളേർ അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ആ ബോക്സിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതും ഇപ്പോൾ ബെഡ്ഷീറ്റൊന്ന് മാറ്റി താഴെ മുകളിലേക്കൊന്നും കയറിയില്ല കേട്ടോ, മുകളിൽ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും കയറിയില്ല. സൺഡേ അല്ലെങ്കിലും ക്ലീനിങ്ങിൻ്റെ പണികളൊക്കെ കുറവായിരിക്കും, നേരെ കിട്ടാറില്ല. ഞങ്ങൾ ഇതേ ഉച്ച കുർബാനക്കാണ് ഇറങ്ങണത്. അപ്പോൾ ഒരുപാട് താമസിച്ച് കഴിച്ചിട്ടില്ല, വന്നിട്ടേ കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇനി ഇപ്പം റൂബി ആകെ വിഷമിച്ച് നിൽക്കണേ ഞാൻ പോകുന്ന കണ്ടിട്ടേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒറ്റക്ക് ഇവളാക്കിയിട്ട് പോകാറില്ല, ഇവൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവൾക്ക് കൂട്ടിന്. അപ്പം ഞങ്ങൾ 2 ഷിഫ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. 2 പേര് വെച്ചിട്ടൊക്കെയാണ് പോണത്. ആരും അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് ഇവളെ നിർത്തിയിട്ട് പോകാറില്ല, അവൾക്ക് സങ്കടം. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ അന്ന് ബീച്ചിലേക്ക് പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ പോണത്, പള്ളിയിലേക്ക് പോണത്. ഞങ്ങളുടെ വഴികളൊക്കെ കുറേ നിങ്ങൾ കണ്ടതാണ്. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ലേ, റെസിഡൻസ് ഏരിയ വേറെ ഉണ്ട് അവിടെ, ആ വഴി ആണെന്ന് പറഞ്ഞാൽ ആ വഴിക്കായി ഞങ്ങൾ പോണത്. ഇങ്ങനെ ഞങ്ങൾ ടേൺ ചെയ്തിട്ട് പിന്നെ ആ വഴിയിലേക്കാണ്. 50 ഫീറ്റ് റോഡാണിത്, വീതി കൂടിയ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീടിന് അപ്പുറത്തൊക്കെ കാണുന്ന ആ വഴിയിലേക്ക് കയറുമ്പോൾ. അപ്പോൾ ഇവിടെ വീടും കടകളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴിയും ഒന്ന് കണ്ടല്ലോ. പക്ഷെ എന്താണ്, ബസ് ഓടുന്ന വഴി ആയതുകൊണ്ട് തിരക്കാണ്. ഞങ്ങൾ ഇതിൻ്റെ കൂടി ഒന്നും അങ്ങനെ പോവാറില്ല. ഇതൊക്കെയാണ് വഴികൾ. ഇനിയിപ്പോൾ ഇതൊരു പാർക്കാണ്, അതങ്ങോട്ട് ആ ടേണിങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയാണ്, പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെയാണ് പള്ളി. പാർക്കാണ്, ചെറിയ പാർക്കാട്ടോ. പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞ് പള്ളിയിൽ കയറി. ഇത് ഞങ്ങളുടെ ഇടവപ്പള്ളി. അപ്പോൾ ഇവർ പാർക്കിങ്ങിന് വേണ്ടി സൈഡിൽ കൊണ്ടിട്ടാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ആ സൈഡിൽ കൂടി കയറിയിട്ട് ഫ്രണ്ടിലേക്ക് പോണ പള്ളി.
ഇതേ പള്ളി കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകുന്നത് വേറൊരു വഴി കൂടിയാണ്, നേരത്തെ വന്ന വഴിയല്ല. ഇത് ഞങ്ങളുടെ ജംഗ്ഷനൊക്കെയാണ്, 3 വഴി കൂടുന്ന ഒരു ജംഗ്ഷനാണിത്. അതൊരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇത് വെളി ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളുടെ ആ സ്ഥലം എത്തിക്കഴിഞ്ഞ്. ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടിലെ ഫ്രണ്ടിലെ ഗ്രൗണ്ടാണത്. അതിന്റെ സൈഡ് കവർ ചെയ്തിട്ടത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോ ഞങ്ങളുടെ വീടൊക്കെ നേരി നോക്കി കാണാം. ഞങ്ങളുടെ അടുത്ത വീട്, നമ്മളുടെ ഇടവഴിയിലേക്ക് വണ്ടി കയറി. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറേ പണിയുണ്ട്. രാവിലെ തന്നെ പള്ളിയിൽ പോയാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ ഇനി കുറേ ജോലിയുണ്ട്. അപ്പൊ റൂമിനെ അവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കാറിനടിയിലേക്കൊക്കെ കയറേണ്ടെന്ന് വിചാരിച്ച് അവിടെ പിടിച്ച് വെച്ചേക്കണേനെ. ഇനിയിപ്പോ കാറിങ്ങോട്ട് കയറി കഴിയുമ്പോൾ അവനെ വിടും. കരയുന്നുണ്ട് എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഓടി വന്ന് എന്താ സ്നേഹം കാണിക്കുന്ന പള്ളിയിൽ നിന്ന് നോട്ടീസൊക്കെ കൊണ്ടുപോയി കിട്ടാം. എൻ്റെ അമ്മേ എന്താ സ്നേഹമല്ലേ. പിന്നെ ഇന്നലെ രാത്രി കുറേ ഇലയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ രാത്രി ഹസ്ബൻഡ് എന്നെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് രാവിലെ അടിക്കേണ്ടി വന്നില്ല കേട്ടോ. എങ്കിലും ഭയങ്കര പൊടിയാണ്. ദിവസം ഇങ്ങനെ കഴുകാറുണ്ട് മുറ്റം. ഇപ്പോൾ പൊടി കൂടുതലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇടയിൽ കഴുകണമെന്നില്ല. വെള്ളം ഒന്ന് കഴുകുമ്പോൾ അതുകൊണ്ട് ഒഴുകി അങ്ങനെ പോയിക്കോളും. അധികം വെള്ളം ഇടാതെ കഴുകണമെങ്കിൽ ആണെങ്കിൽ ഇതറിയും ഒരുപാട് വെള്ളം ഒഴിച്ചിരിക്കാൻ. പിന്നെ ഒന്ന് തുടച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചേട്ടാ. ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് കിച്ചണിലേക്ക് കയറണം. അപ്പം നിങ്ങളോട് ഞാൻ പറയില്ലേ, ഇപ്പം വീടിനകത്ത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പണി ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഒരുപാട് ആളുകളൊക്കെ ഈ സൺഡേകളിൽ വീട്ടിൽ വരാറുണ്ട്. എന്തെങ്കിലും യൂണിറ്റിൻ്റെ കാര്യങ്ങൾ, റെസിഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആളുകൾ വരുമ്പോൾ ക്ലീൻ ആയിട്ട് കിടക്കണ്ടേ. കിച്ചണിൽ നിന്ന് എനിക്ക് ചെയ്താൽ മതിയല്ല. അപ്പം മറ്റുള്ള സ്ഥലങ്ങൾ ആദ്യം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ മാത്രം നോക്കിയാൽ മതിയല്ല. അപ്പം ആദ്യം അതൊക്കെ ഒന്ന് വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ച്, സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയല്ല കേട്ടോ, രാവിലെ തന്നെ എല്ലാം ചെയ്യും. ഇതിപ്പോൾ നമ്മൾ പോയി വന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഒക്കെ അല്ലേ, നേരെ ഒരുപാട് പോണ കാര്യങ്ങളാണ്. അപ്പം ക്ലീനിങ്ങിനൊന്നും നിൽക്കില്ല. അപ്പോൾ ചക്കക്കുരു ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയായി തുണിയൊക്കെ ഉണങ്ങി ഏകദേശം കാലത്ത് തന്നെ ഇട്ടിട്ട് പോയതാണ് ഞാൻ. തുണി എടുക്കാൻ പോണേ ഞാൻ. അത് അധികം നേരം ഒന്നും ഇതൊന്നുമില്ല, തുണിയുടെ കളറൊക്കെ പോകുന്നെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾക്ക് കിച്ചണിലേക്ക് കയറിയിട്ട് നമ്മളുടെ കറികളൊക്കെ നോക്കാം. പിന്നെ ഞാൻ വെക്കുന്നത് കരളാണ്. ഇത് കണ്ടാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കുറേ ഉണ്ടാകും. പക്ഷേ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കറിയൊക്കെ. ഞങ്ങളുടെ സദ്യകളിലൊക്കെ കരൾ കറിയൊക്കെ എല്ലാം ഉണ്ടാവും, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് മെഴുക്ക് പുരട്ടി എടുത്ത് ഇത്തിരി ഇഞ്ചിപ്പുളിയും ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ കറി. കരൾ കറിക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഞാൻ ഈ മസാലപ്പൊടികളുടെ കൂടെ അരച്ചെടുക്കുന്നത്. കാരണം ഈ കരൾ കറിക്ക് ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 വലിയ സവാള അരിഞ്ഞതുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്താണത്. ഇത്തിരി വേപ്പില. കരൾ ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ തേങ്ങാപ്പാൽ, ഒരു ചെറിയ തേങ്ങയുടെ പാല് ഫുള്ള് എടുത്തിട്ടുണ്ട്, ഇടപ്പാലത്. ഇത് തലപ്പാല്. അപ്പോൾ ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത്. അപ്പം ഞാനത് താളിക്കാൻ തുടങ്ങാൻ പോണേണ്. താളിക്കുമ്പോഴേക്കും ഇതിനകത്ത് ഞാൻ അരപ്പിട്ടിട്ട് ആദ്യം മുരിച്ചെടുക്കും. കാരണം സവാളയൊന്നും വാട്ടൂല. സവാള വാട്ടാതെ തന്നെ പച്ചക്കാണ് ഇടുന്നത്. റൂബി, അപ്പോൾ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി പച്ചക്ക് തന്നെ. ആ അരപ്പ് നന്നായിട്ട് മൊരിയണമെന്ന് മാത്രം. മറ്റുള്ളതെല്ലാം പച്ചക്കാണ് ഇടുന്നത്. അതിൻ്റെ മീതെ നമ്മൾ കരൾ അങ്ങോട്ട് പൊട്ടിയിട്ട്, കരൾ ഞാൻ വലിയ പീസായിട്ട് എടുക്കുള്ളൂ. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ, ഇത് കുറേ നേരം കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് മുറിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഇടുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഇടപ്പാൽ ഒഴിച്ചിട്ട് വേവിക്കുക ചെയ്യണത്. വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് സവാള വെളുത്തുള്ളിയൊക്കെ വെന്ത് അലിഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് ഇട്ട് വേവിക്കും. ആ സമയത്ത് ഇതിലേക്ക് നല്ലതായിട്ട് മസാല പിടിക്കുകയും ചെയ്യും.
അപ്പം ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇത് കഴിഞ്ഞപ്പോൾ ചേർത്തായത് മഞ്ഞൾപ്പൊടി കുറവായിരുന്നു. അപ്പം നിങ്ങൾ 1 ടീസ്പൂൺ ഫുള്ള് മഞ്ഞൾപ്പൊടി ഇടേണ്ടി വരും ഇതിന്. ഞാനത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പം ഇതിങ്ങനെ തിളച്ച് വന്നപ്പോഴേ എൻ്റെ കരള് ഈ തവണത്തെ കരളിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ഇത് വിനാഗിരിയാണ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിക്കണം. അപ്പം കരള് ഐസിലിട്ട കരളാന്ന് തോന്നുന്നു. വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വറ്റിക്കും തോറും വെള്ളം ചാടി ചാടി വരണം അതിനകത്തുനിന്ന്. അപ്പോൾ ഉച്ചക്ക് ഒത്തിരി ലേറ്റായി. പിന്നെ വെള്ളം വറ്റിക്കാനുള്ള നേരമൊന്നും കിട്ടിയൊന്നുമില്ല. ഞാൻ ഏതായാലും ഇങ്ങനെ തന്നെ കൊടുത്തിട്ട് പിന്നെ വറ്റിച്ചെടുക്കാം. അപ്പം എല്ലാവരും പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞു. തലപ്പാൽ ഒഴിച്ചിട്ടില്ല, എന്നിട്ടും കണ്ട വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേണ്. തലപ്പാൽ അവിടെ ഇരിക്കണേ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് വെറുതെ അരിഞ്ഞെടുത്ത് അതൊരു പാത്രത്തിലിട്ടിട്ട് താളിക്കാതെ തന്നെയാണ് വെക്കണത്. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഇത്രയും സാധനം. അത് കണക്കൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇടാം നമുക്ക്. പച്ചമുളകിൻ്റെ എരിവൊക്കെ നോക്കിയിട്ടൊക്കെ ഇടുക. ഇതും അതിൻ്റെ മീതേക്ക് ഇടുക. തീ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. വെള്ളം ഒന്നും ഇട്ടിട്ടില്ല. ഇത്തിരി ഉപ്പ് ഇട്ട്, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി മുളക് പൊടി, പേരിന് മാത്രം മതി മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവിലാണ് ഇത് എരിവുണ്ടാവുന്നത്. വേറെ എരിവൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ, എന്ത് എണ്ണയായാലും കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ്. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടില്ലേ, വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല സിമ്മിലിട്ട് മൊരിച്ചെടുക്കുക. നല്ലതായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റായിട്ടാണ് കറി. അപ്പോൾ ഇതിനകത്തേക്ക് ഒരുവിധം വറ്റി വന്നപ്പോൾ ഞാൻ ആ തലപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാറില്ല സാധാരണ, എങ്കിലും ഞാൻ തിളപ്പിച്ച്, അല്ലാതെ നിവർത്തിയില്ല. കാരണം ഇതിനകത്തുനിന്ന് വെള്ളം ചാടി വന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് വേപ്പിലിട്ട് ഞാൻ എന്നിട്ട് മൂടി വെക്കുകയും ചെയ്യണത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ. അപ്പോൾ വേപ്പിലൊന്ന് ഇട്ടിട്ട് മൂടി വെച്ച്. അപ്പോൾ ഇനി ഇത് ഉച്ചക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് വറ്റിക്കണം. കാരണം നേരമില്ല. ഇനി വറ്റിച്ച് നിന്ന് കഴിഞ്ഞാൽ 3 മണിയാകും ചോറ് കൊടുക്കുമ്പോൾ. ഇതിപ്പോൾ 2:45 ആയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതേ. അതുകൊണ്ട് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് സാരില്ല. ഇനി എന്തായാലും രാത്രി മുമ്പായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കണമല്ലോ, ആ സമയത്ത് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ബാക്കിയുള്ളത് അത് 1 കിലോ കരളായിരുന്നേ. ഇത് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ്. അപ്പം അത് ഇങ്ങനെ ആയി വരണുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാനൊരു 50 ഗ്രാം ഇഞ്ചി എടുത്തത് 50 ഗ്രാം ഇല്ലാട്ടാ തൂക്കി നോക്കിയപ്പോൾ. അപ്പോൾ ഇത്തിരി കൂടി ഞാൻ ചേർത്തായിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഒരു പച്ചമുളക്, ഇത്തിരി വേപ്പില, 50 ഗ്രാം ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തപ്പോൾ ഇത്രയുണ്ട്. ചെറുതായിട്ട് പൊടിയായിട്ട് നുറുക്കിയെടുക്കണം. ആ പച്ചമുളകും അരിഞ്ഞു വെക്കണം. ഇതിനകത്ത് ഇടണം പൊടികളെന്ന് പറയുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിനകത്ത് ഇടണത്. പിന്നെ നമ്മൾ ഒരു പുളി പിഴിഞ്ഞു വെക്കുക. അത് ശർക്കര പാനിയാണ്. ശർക്കര കട്ടയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്തിരി എണ്ണ ഇട്ടിട്ട് അതിനകത്തേക്ക് ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതിയാകും കേട്ടോ. അതിൻ്റെ എല്ലാ ജ്യൂസും ഊറ്റിയെടുത്തിട്ട് വേണം അത് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് മരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ പൊടികളിട്ട് അത് ഒന്ന് പച്ചമണം മാറുമ്പോൾ അപ്പം തന്നെ അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് അതിൻ്റെ പുറകെ തന്നെ ശർക്കര വെള്ളം അല്ലെങ്കിൽ ശർക്കര കട്ടയെന്ന് വെച്ചാൽ അതിലുള്ളത്. ഇത് സിമ്പിളാട്ടോ, പെട്ടെന്ന് ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ കറികളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം. ഈ പൈൽസിൻ്റെ അസുഖമുള്ളവർക്ക് ഇങ്ങനെയുള്ള കറികൾ നല്ലതല്ല. കാരണം ഇഞ്ചി എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. മലബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പൈൽസുകാരിക്ക് അത് കൂടും. അപ്പം നിങ്ങളതൊക്കെ സൂക്ഷിച്ച് വേണം ഇഞ്ചിനോട് കറിയൊക്കെ കഴിക്കാനായിട്ട് സൂക്ഷിക്കണം. പൈൽസ് ഉള്ള ആളുകൾ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. കാരണം നമ്മൾക്ക് വയറിളക്കമൊക്കെ വരുമ്പോൾ നമ്മൾ വയറ് അത് പിടിക്കാൻ വേണ്ടിയിട്ട്, വയറിന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ കഴിക്കണമെന്നറിയില്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വറ്റി വരും കേട്ടോ. വറ്റി വന്നു കഴിയുമ്പോൾ ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് താളിച്ചിടണം. അപ്പോൾ താളിച്ചിടുന്ന സമയത്ത് മാത്രം 1 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇറക്കിയാൽ മതി. ഇപ്പം കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ പോകും. അപ്പോൾ വറുക്കാനായിട്ട് ഇത്തിരി കടുകും പൊട്ടിക്കുക, വറ്റൻമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മീതൊക്കെ ഇട്ടാൽ അതും കഴിഞ്ഞ്. അപ്പം ഞാനിത് വെജിറ്റേറിയൻസ് ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ 2 കറി യൂസ് ചെയ്യാതെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഈ 2 കറി ഇതിൻ്റെ ഇടയിൽ കാണിച്ചത്. സാധാരണ ക്രിസ്ത്യൻസിന് ഉണ്ടാതെ ഇത് ഇത്രയും കായപ്പൊടി. സൺഡേ എന്നൊക്കെ പറയുന്നത് വെജിറ്റബിൾസ് ഒന്നും വലിയ താല്പര്യം ഉണ്ടാകാത്ത ഇതാണ്. എന്തെങ്കിലും മീൻ, ഇറച്ചിയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതില്ലാതെയൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്.
അപ്പം ഇവിടെ മീൻ മേടിക്കൽ ഇപ്പം ഇത്തിരി കുറവാണ്, കാരണം മീൻ കഴിക്കാൻ തോന്നണില്ല ആർക്കും. കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നോൺ വേണ്ടേന്ന് വിചാരിച്ച് വെച്ചതാണ്. കണ്ട കറിയുടെ വെള്ളം ഉണ്ട് അങ്ങനെ തന്നെ. അപ്പം നമ്മളിത് ഉച്ചക്ക് കഴിച്ചതിന് ശേഷം ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, പക്ഷേ എനിക്കിഷ്ടം നല്ല വറ്റി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൺഡേ ഓരോരുത്തരൊക്കെ വല്ലതുകൊണ്ടേ നമ്മളുടെ കുക്കിംഗ് ഒക്കെ ഓടി നടന്നു വേണം ചെയ്യാനായിട്ട്. അടുക്കളയിൽ നിൽക്കൊന്നും നിൽക്കാൻ പറ്റില്ല, ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലേണ്ടി വരും. അതുകൊണ്ട് തന്നെ കറി ഒന്ന് വറ്റിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കൂടുതൽ വറ്റിപ്പോയി. കണ്ട ഇതും നല്ല ടേസ്റ്റ് ആയിട്ടാ, പക്ഷേ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി. അപ്പോൾ എൻ്റെ സൺഡേ റൂട്ടീൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. താങ്ക് യു.